നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. CBSE പരീക്ഷാ വിവാദത്തിൽ നടപടിയുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ഉത്തരക്കടലാസുകൾ ഡിജിറ്റൽ രൂപത്തിലാക്കാനുള്ള കരാർ കോപ്പിറ്റിന് നൽകിയതിൽ റിപ്പോർട്ട് തേടി. വെബ്സൈറ്റ് വീണ്ടും പണിമുടക്കി. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനാകാതെ വിദ്യാർത്ഥികൾ. ഉടൻ പരിഹരിക്കുമെന്ന് CBSE. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട പരസ്യ പ്രതിഷേധത്തിന് കോക്രോച്ച് പാർട്ടി. ശനിയാഴ്ച ഡൽഹി ജന്തർ മന്ദിറിൽ പ്രതിഷേധ റാലി. മാസപ്പടി കേസിൽ ED അന്വേഷണം സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. വിധി പറയും വരെ ഹർജിക്കാർക്കെതിരെ നടപടി പാടില്ല. വീണയടക്കം കക്ഷിയല്ലാത്തവർക്കെതിരെ നടപടി തുടരാമെന്ന് കോടതി. ED അന്വേഷണം തടയണമെന്ന ഹർജിയിൽ ഉത്തരവ് വെള്ളിയാഴ്ച. LPG വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂടി. 19 കിലോഗ്രാം സിലിണ്ടറിന് കൂടിയത് 46 രൂപ. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. മിൽമ പാലിനും തൈരിനും വില കൂടി. പാൽ ലിറ്ററിന് 4 രൂപയും തൈരിന് 10 രൂപയും കൂടി. കുരുന്നുകൾക്ക് ആവേശമായി പ്രവേശനോത്സവം. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി VD സതീശൻ. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് പുതിയ അറിവുകൾ തേടുന്നതിൽ കരുതൽ വേണമെന്ന് മുഖ്യമന്ത്രി. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി. മമതാ ബാനർജി വിളിച്ച MLA-മാരുടെ യോഗത്തിൽ വിട്ടുനിന്ന 2 നേതാക്കളെ പുറത്താക്കി. തമിഴ്നാട്ടിൽ K അണ്ണാമലൈ BJP വിടുമെന്ന് റിപ്പോർട്ട്. CBSE പരീക്ഷാ വിവാദത്തിനൊടുവിൽ നടപടിയുമായി വിദ്യാഭ്യാസ മന്ത്രാലയം. കോപ്പിറ്റിന് കരാർ നൽകിയതിൽ റിപ്പോർട്ട് തേടി. ടെൻഡർ നടപടികളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു. അതിനിടെ CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള പോർട്ടലിൽ വീണ്ടും സാങ്കേതിക തകരാർ. ഇന്നു മുതൽ പുനർമൂല്യനിർണ്ണയത്തിനുള്ള വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുമെന്നാണ് CBSE അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇതനുസരിച്ച് അപേക്ഷ നൽകാനായി ശ്രമിച്ചപ്പോൾ പോർട്ടൽ തുറക്കാൻ കഴിയുന്നില്ല എന്ന നിരവധി പരാതികളാണ് ഉയർന്നത്. പുനർമൂല്യനിർണ്ണയത്തിനും ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാനും അപേക്ഷിച്ചപ്പോഴാണ് വിദ്യാർത്ഥികൾ സാങ്കേതിക തകരാർ നേരിട്ടത്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനൊരുങ്ങുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ശനിയാഴ്ച ഡൽഹി ജന്തർ മന്ദിറിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കും. ഇതിൽ പങ്കെടുക്കാനായി ഇന്ത്യയിലെത്തുന്നത് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. സമാധാനപരമായി ശബ്ദമുയർത്താനുള്ള അവകാശം നമുക്ക് ഭരണഘടന നൽകുന്നുണ്ടെന്നും അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നും വീഡിയോയിൽ പറയുന്നു. ഈ പ്രകടനം നമ്മുടേതാണെന്ന കുറിപ്പോടുകൂടിയാണ് അഭിജിത്ത് വീഡിയോ പങ്കുവച്ചത്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. മമതാ ബാനർജി വിളിച്ച MLA-മാരുടെ യോഗത്തിൽ വിട്ടുനിന്ന നേതാക്കൾ പാർട്ടി വിട്ടേക്കും. അതേസമയം മന്ത്രിസഭ വിപുലീകരണത്തിനു പിറകെ ബംഗാളിൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ സേവനം ആരംഭിച്ചതായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. കനത്ത പരാജയത്തിന് പിറകെ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി വിളിച്ച MLA-മാരുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന പല നേതാക്കളും ഉടൻ പാർട്ടി വിടുമെന്നാണ് സൂചന. 80 തൃണമൂൽ MLA-മാരിൽ 20 പേർ മാത്രമായിരുന്നു മമത വിളിച്ച യോഗത്തിനെത്തിയത്. ഇതിനിടെ 2 MLA-മാരെ തൃണമൂൽ കോൺഗ്രസ് സംഘടനാവിരുദ്ധ പ്രവർത്തനത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. MLA-മാരായ സന്ദീപ് സാഹയെയും ഋതുപത്ര ബാനർജിയെയുമാണ് പുറത്താക്കിയത്. അതേസമയം ബംഗാളിൽ മന്ത്രിസഭാ വികസനത്തിന്റെ ഭാഗമായി 35 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം നൽകിയതനുസരിച്ച് ബംഗാളിൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഇന്നു മുതൽ സൗജന്യ സേവനം ആരംഭിച്ചതായി ചടങ്ങുകൾക്ക് ശേഷം മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. গত 2-3 দিন ধরে যারা চালিয়েছিলেন এখন তারা নিজেরাই বিভিন্ন জায়গায় ফর্ম ফিল আপ করার জন্য ബംഗാളിൽ ഇതുവരെ നടപ്പാക്കാത്ത കേന്ദ്ര ക്ഷേമ പദ്ധതികൾ പൂർണ്ണമായും നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അക്രമം ആര് നടത്തിയാലും കടുത്ത നടപടിയുണ്ടാകുമെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. നേരത്തെ തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായതും തൃണമൂൽ പ്രവർത്തകർ തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ BJP വിട്ട് പുതിയ പാർട്ടി തുടങ്ങുമെന്ന അഭ്യൂഹം ശക്തം. ഈ ആഴ്ച പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് അണ്ണാമലൈ അനുകൂലികൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. അതിനിടെ അണ്ണാമലൈ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീനുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. പാർട്ടി വിടുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കാത്തിരിക്കൂ എന്നായിരുന്നു അണ്ണാമലയുടെ പ്രതികരണം. മാസപ്പടി കേസിൽ ED അന്വേഷണം സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. CMRനും വീണയ്ക്കും കനത്ത തിരിച്ചടി. മുഴുവനായി വാദം കേട്ട് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു. CMRന്റെ അപ്പീലിൽ ഇടക്കാല ഉത്തരവില്ല. ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വെള്ളിയാഴ്ചയാണ്. അതുവരെ തുടർ നടപടികൾ പാടില്ലെന്ന് EDക്ക് കോടതി നിർദ്ദേശം നൽകി. തുടർ നടപടി പാടില്ലെന്നത് ഹർജിക്കാർക്കെതിരെ മാത്രമാണ് ബാധകമാകുക. പിണറായി വിജയന്റെ മകൾ വീണയടക്കം അപ്പീലിൽ കക്ഷിയല്ലാത്തവർക്കെതിരെ നടപടി തുടരാം. വീണയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുന്നതും CMRലെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതും അടക്കമുള്ള നടപടികളുമായി ED മുന്നോട്ടു പോകും. രാജ്യത്ത് വീണ്ടും പാചകവാതക വില വർദ്ധിച്ചു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് 46 രൂപയാണ് വർദ്ധിച്ചത്. വില വർധനവിൽ ആശങ്കയിലാണ് ഹോട്ടൽ ഉടമകൾ. ചെലവ് കൂടുന്നതിനാൽ ഭക്ഷണ വിഭവങ്ങളുടെ വില കൂട്ടാനും ഹോട്ടലുകാർ നിർബന്ധിതരായേക്കും. 12 കിലോയുടെ സിലിണ്ടറിന് 46 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ ഒരു സിലിണ്ടറിന് 3131 രൂപയായി. 5 കിലോയുടെ ഫ്രീ ട്രേഡ് LPG സിലിണ്ടറിനും 11 രൂപയുടെ വർധനവുണ്ട്. എന്നാൽ ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. മെയ് ആദ്യവും വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയിരുന്നു. 993 രൂപയുടെ വർധനമാണ് അന്നുണ്ടായത്. പശ്ചിമേഷ്യൻ സംഘർഷവും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സവുമാണ് വില കൂടാനുള്ള പ്രധാന കാരണം. വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചത് ഹോട്ടൽ അടക്കമുള്ള വ്യവസായങ്ങളെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ചായക്കൊക്കെ നമ്മൾ 1 രൂപ കൂട്ടിയുള്ളൂ. പക്ഷേ അതൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചായക്ക് 20 രൂപയെങ്കിലും ആക്കണം. ശരിക്കും മിനിമം 15എങ്കിലും ഇതിന് കിട്ടിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇനിയും പ്രതിസന്ധി തന്നെയായിരിക്കും. കാരണം ഇനിയും വില കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ വളരെ പ്രയാസത്തിലായിരിക്കുള്ളൂ. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിലവർദ്ധനവ് പ്രതീക്ഷിച്ചിരുന്നതാണെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ അല്ലേ, എക്സ്പെക്റ്റഡ്. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചതോടെ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില ഇപ്പോൾ വർദ്ധിച്ചിട്ടില്ല എന്നതാണ് ചെറിയ ആശ്വാസം. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് മിൽമ പാലിന് ഏർപ്പെടുത്തിയ വില വർധന പ്രാബല്യത്തിൽ വന്നു. ലിറ്ററിന് 4 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. തൈരിന് കൂടിയത് കിലോയ്ക്ക് 10 രൂപയാണ്. മിൽമയുടെ മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾക്കിപ്പോൾ വില കൂട്ടിയിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ ആനുപാതികമായി വില കൂടാനാണ് സാധ്യത. ക്ഷീരകർഷകരുടെ ചെലവ് വൻതോതിൽ വർദ്ധിക്കുകയാണ്. കർഷകരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് പാൽ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെന്നാണ് മിൽമയുടെ വിശദീകരണം. ലിറ്ററിന് 4 രൂപ കൂട്ടുമ്പോൾ 3 രൂപ 35 പൈസ കർഷകർക്ക് ലഭിക്കുമെന്നും മിൽമ അറിയിച്ചു. മൊത്തം വർധനയുടെ 83.75%. പാൽ കവറുകളിൽ നിലവിൽ പഴയ വില തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1 മാസം വരെ ഇത് തുടരുമെന്നും പുതിയ വില പ്രിന്റ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും മിൽമ അറിയിച്ചു. ഐസ്ക്രീം, നെയ്യ് ഉൾപ്പെടെയുള്ള മിൽമയുടെ മറ്റ് പാലുൽപ്പന്നങ്ങൾക്ക് തൽക്കാലം വിലയിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ ആനുപാതികമായി വില കൂട്ടാൻ നീക്കമുണ്ട്. വില ഉയർന്നതോടെ മഞ്ഞ കവറിലെ പാലിന്റെ വില 25 രൂപയിൽ നിന്നും 27 രൂപയായി. നീല കവറിന്റെ വില 28 നിന്നും 30 രൂപയായിട്ടുണ്ട്. 70 രൂപ വിലയുള്ള 1 ലിറ്റർ ബോട്ടിൽ കൗമിൽക്കിന് ഇനി 75 രൂപ നൽകണം. തൈര് ക്ലാസിക്കിന് 35 നിന്നും 40ആയും എലൈറ്റിന് 40 നിന്നും 45 രൂപയായും വർദ്ധിച്ചിട്ടുണ്ട്. 2022 ഡിസംബർ 1 ഏറ്റവും ഒടുവിൽ മിൽമ പാൽവില കൂട്ടിയത്. അന്ന് ലിറ്ററിന് 6 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ADM നവീൻ ബാബു കേസ് പരിഗണിക്കുന്നത് ജൂൺ 27 മാറ്റി. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. PP ദിവ്യയുടെ മുഴുവൻ ഫോൺ കോൾ രേഖകളും ലഭ്യമാകുമോ എന്ന് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. 2 വർഷത്തിനു മുൻപുള്ള വിവരങ്ങൾ ലഭ്യമല്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു.
മധ്യവേനൽ അവധിക്ക് ശേഷം വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. 3 ലക്ഷത്തിലധികം കുരുന്നുകളാണ് ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് എത്തിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കുട്ടികളെ മധുരം നൽകിയാണ് അധ്യാപകർ സ്വീകരിച്ചത്. ആചാരം തെറ്റിക്കാതെ ചിലർ കരഞ്ഞു, മറ്റു ചിലർക്ക് ആശ്ചര്യം. ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ വേറെ ചിലർ. പ്രവേശനോത്സവത്തിന്റെ മനോഹര കാഴ്ചകൾ ഇങ്ങനെയൊക്കെയായിരുന്നു. സമ്മാനമായി കിട്ടിയ വർണ്ണക്കുടകളും ബാഗുകളും ചിലർ അമ്പരപ്പോടെ നോക്കി. നിഷ്കളങ്കമായ മുഖത്തോടെ ഇരിക്കുന്ന കുട്ടികളിലേക്ക് വിദ്യാഭ്യാസ മന്ത്രിയും അധ്യാപകരും പകർന്നത് സ്നേഹമാധുര്യം. ഉദ്ഘാടകനായി വേദിയിലേക്കെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമൊത്ത് സെൽഫി എടുത്തും സംവദിച്ചും കുട്ടികൾ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉത്സവച്ചായ പകർന്ന അന്തരീക്ഷമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ വളരെയേറെ ഉത്സവച്ചായ പകർന്ന അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ സ്കൂളുകളിൽ ഈ ദിനം ആചരിക്കുന്നത്. സ്കൂൾ തുറന്ന ദിവസത്തിൽ മഴയില്ലല്ലോ എന്ന പരിഭവത്തിൽ മുഖ്യമന്ത്രി കാലഘട്ടത്തിന്റെ പ്രത്യേകതയും അറിവ് നേടേണ്ടതിന്റെ പ്രാധാന്യവും ഓർമ്മിപ്പിച്ചു അദ്ദേഹം. എന്തൊരു സന്തോഷകരമായ ദിവസമാണിത്. പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട് ഇന്നത്തെ ദിവസം. കാരണം മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം ഉറപ്പായി മഴ പെയ്യുമായിരുന്നു. ഞങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ നന്മകളും, ഈ ദിവസത്തിൻ്റെ നന്മകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായി നേർന്നുകൊണ്ട് ഈ പ്രവേശന ഉത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ഈ അധ്യയന വർഷത്തിലെ അക്കാദമിക് കലണ്ടറിന്റെ പ്രകാശനവും വേദിയിൽ നടന്നു. 3 മുഖ്യമന്ത്രിമാരുമായി പട്ടം സ്കൂളിലെ വേദി പങ്കിടാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പങ്കിട്ടു. സൈബർ സുരക്ഷാ പ്രതിജ്ഞയും ഏവരും ഏറ്റുചൊല്ലി. സൈബർ ബുള്ളിയിങ്, വ്യാജ വാർത്തകൾ, മോശം ഉള്ളടക്കങ്ങൾ എന്നിവയെ ഞാൻ നിരുത്സാഹപ്പെടുത്തും. 35 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളിലേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കമാകുമ്പോൾ വിങ്ങുന്ന ഓർമ്മകളിലാണ് ഒരു വിദ്യാലയം. വാൽപ്പാറ ദുരന്തത്തിന്റെ കനലൊടുങ്ങാത്ത വേദനയിലാണ് മലപ്പുറം പാങ്ങ് GLP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നത്. ദുരന്തത്തിൽ 5 അധ്യാപകരെയും സഹപ്രവർത്തകരെയും നഷ്ടപ്പെട്ട ഈ വിദ്യാലയം കണ്ണീർ ചിരിയുമായാണ് പുതിയ കുരുന്നുകളെ നെഞ്ചോട് ചേർത്തത്. പ്രവേശനോത്സവ ദിനത്തിൽ പാങ്ങ് GLP സ്കൂളിന്റെ അങ്കണം നിറയെ കൊച്ചുകുട്ടികളുടെ കളിച്ചിരികളാണ്. എന്നാൽ ഈ ചിരികൾക്കിടയിലും ഒരു വലിയ ശൂന്യത വിദ്യാലയത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ വിനോദയാത്രയ്ക്ക് പോയ അധ്യാപകരുടെ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം വാൾപ്പാറ ചുരത്തിൽ നിന്ന് താഴ്ചയിലേക്ക് മറിഞ്ഞ് 10 പേർ മരണപ്പെട്ടിരുന്നു. ഈ സ്കൂളിലെ 5 അധ്യാപകരും പാചകത്തൊഴിലാളിയും ബസ് ഡ്രൈവറും അപകടത്തിൽ മരിച്ചു. അക്ഷരമുറ്റത്തേക്ക് കൈപിടിച്ചുയർത്തിയ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് വിദ്യാലയം പ്രവേശനോത്സവ ചടങ്ങിലേക്ക് കടന്നത്. 16 കുരുന്നുകളാണ് ഇത്തവണ ഇവിടെ പ്രവേശനം നേടിയത്. വേദനകൾക്കിടയിലും പുതിയ തലമുറയ്ക്ക് ആത്മവിശ്വാസം പകർന്നു നടന്ന പ്രവേശനോത്സവം മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. ഒരു പുതിയ സ്കൂള് കംപ്ലീറ്റ് ആയിട്ട് ഇതിന് മാറി, ചിത്രങ്ങൾ മാറി, പിന്നെ ഗ്രൗണ്ട് മാറി, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ വലിയ വ്യത്യാസത്തോടു കൂടി ഞങ്ങൾ നടത്തി. എല്ലാ പഞ്ചായത്തും, ഗ്രാമപഞ്ചായത്തും, ബ്ലോക്ക് പഞ്ചായത്തും, എല്ലാ ജനപ്രതിനിധികളും, അതുപോലെ തന്നെ നമ്മുടെ PTO ഒക്കെ വളരെ, ജനങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. കൈനിറയെ സമ്മാനങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി സന്നദ്ധ സംഘടനകൾ കരുതി വെച്ചിരുന്നത്. വിഷാദമുഖമായ അന്തരീക്ഷത്തിൽ നിന്നും കുട്ടികളെ സന്തോഷത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ അതുൽ നറുകരയുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. നഷ്ടപ്പെട്ടു പോയവരുടെ ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് വിജ്ഞാനത്തിന്റെ പുതിയ ആകാശങ്ങളിലേക്ക് കുരുന്നുകൾക്ക് വഴികാട്ടാമെന്ന പ്രതീക്ഷയിലാണ് പാങ്ങ് GLP സ്കൂൾ. അമൃത ന്യൂസ്, മലപ്പുറം. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവത്തിന്റെ ആരവങ്ങളാണ്. ലക്ഷക്കണക്കിന് കുരുന്നുകൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവെക്കുമ്പോഴും പത്തനംതിട്ട കൊടുമൺ അറന്തക്കുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിൽ നിരാശയാണ്. സർക്കാർ 85 ലക്ഷം രൂപ അനുവദിച്ച് 2019 നിർമ്മാണം ആരംഭിച്ച 3 നില കെട്ടിടം അനാസ്ഥയുടെ സ്മാരകമായി ഇന്നും പണി പൂർത്തിയാകാതെ കിടക്കുന്നു.
പത്തനംതിട്ട കൊടുമൺ അങ്ങാടിക്കൽ തെക്ക് അറന്തകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിൽ കുരുന്നുകൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2019 3 നിലകളിലായി ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. സംസ്ഥാന സർക്കാർ 85 ലക്ഷം രൂപ അനുവദിച്ച കെട്ടിടം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ നിലവിലുള്ള കെട്ടിടത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതും അതുപോലെ അധ്യാപകരുടെ ഇതും എല്ലാം കൂടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം. കുട്ടികൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിലും അശാസ്ത്രീയമായിട്ടുമാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആരോപിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി പകുതി വഴിയിൽ ഉപേക്ഷിച്ച ഈ കെട്ടിടം ഇപ്പോൾ മഴയും വെയിലുമേറ്റ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിമിതിയുണ്ട്, സ്ഥല സൗകര്യത്തിന്റെ പരിമിതികളുണ്ട് ഈ സ്കൂളിൽ. നിലവിൽ കുട്ടികൾക്കായുള്ള വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തി പുതുക്കിയെടുത്തിട്ടുണ്ടെങ്കിലും സ്ഥലപരിമിതി ഉൾപ്പെടെ നിലനിൽക്കുന്നു. അറന്തകുളങ്ങര സ്കൂളിലെ കുരുന്നുകളുടെ സുരക്ഷിതമായ പഠന സൗകര്യത്തിനായി ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമോ എന്നാണ് അങ്ങാടിക്കൽ നാട്ടുകാർ ചോദിക്കുന്നത്. പണിതീരാത്ത ഈ കെട്ടിടം എത്രയും വേഗം ശാസ്ത്രീയമായി പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകേണ്ടതുണ്ട് എന്നും അവർ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഭൂതകാലത്തു നിന്നും മാറി വർത്തമാനകാലത്ത് ജീവിക്കാൻ പഠിക്കണമെന്ന് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. ജീവിതം അനന്തമാണ്. നീർക്കുമിള പോലെ ഏത് നിമിഷവും പൊട്ടാവുന്നതാണ്. വാക്കിലും പ്രവൃത്തിയിലും കൃത്യമായ ബോധം വേണമെന്നും അമ്മ പറഞ്ഞു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്ന ഇന്നും ആയിരങ്ങളാണ് അമ്മയുടെ ദർശനപുണ്യം തേടി എത്തിയത്. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ 2ാം ദിനമായ ഇന്നും അമ്മയുടെ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് രാവിലെ മുതൽ ഒഴുകിയെത്തിയത്. ഇന്നലെ 2 മണിവരെ നീണ്ട ദർശനത്തിനു ശേഷം പുലർച്ചെയോടെ വിശ്രമിക്കാൻ പോയ അമ്മ ഇന്ന് രാവിലെ 11 മണിയോടെ തന്നെ വേദിയിലെത്തി. തുടർന്ന് പൗരപ്രമുഖരുടെ നേതൃത്വത്തിൽ അമ്മയെ സ്വീകരിച്ചിരുത്തി. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ, മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ, ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിതീഷ്, ഡെപ്യൂട്ടി എഡിറ്ററായിരുന്ന MP ഗോപിനാഥ്, BJP സെൽ സംസ്ഥാന കോർഡിനേറ്റർ VK സജീവൻ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം KV സുധീർ തുടങ്ങിയവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. തുടർന്ന് പരിസ്ഥിതി ദിനത്തിന് മുന്നോടിയായി നട്ടുപിടിപ്പിക്കാനുള്ള വൃക്ഷത്തൈകൾ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ അയുതിന്റെ പ്രവർത്തകർക്ക് വിശിഷ്ട വ്യക്തികൾ കൈമാറി. തുടർന്ന് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. വിനയവും ക്ഷമയും സഹനവും വിശാല മനസ്കതയും ജീവിത വിജയത്തിന് ആധാരമെന്ന് പറഞ്ഞു തുടങ്ങിയ അമ്മ ഭൂതകാലത്തു നിന്നും മാറി വർത്തമാനകാലത്ത് ജീവിക്കാൻ നാം പഠിക്കണമെന്ന് സന്ദേശം നൽകി. ഭൂതവും ഭാവിയും വർത്തമാനത്തിലായിരിക്കും. ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ വർത്തമാനത്തിൽ നമ്മൾ നല്ല കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും 90% വ്യത്യാസം ഉണ്ടാക്കാം. പിന്നെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ, അല്ലാതെ നേരിടാൻ പഠിക്കണം എന്നുള്ളതാണ്. തുടർന്ന് ഭക്തിഗാനസുധയും നടന്നു. ഇന്ന് രാത്രി വരെയും അമ്മ ദർശനം നൽകും. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ഇന്ന് പരിസമാപ്തി കുറിക്കുന്നതോടെ ജൂൺ 3, 4 തീയതികളിൽ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ പങ്കെടുക്കാനായി അമ്മ തൃശൂരിലേക്ക് യാത്ര തിരിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവം 2ാം ദിവസവും തുടരുന്നു. 10,000-കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന മഹോത്സവത്തിൽ മാലിന്യ സംസ്കരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ജൈവ അജൈവ മാലിന്യങ്ങൾ യഥാസമയം സംസ്കരണം നടത്തി മാതൃകയാകുകയാണ് അമലഭാരതം പ്രവർത്തകർ. 2010-ലാണ് അമലഭാരതം പ്രവർത്തനം ആരംഭിച്ചത്. കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവം. മാലിന്യങ്ങൾ കുന്നുകൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ പൊതുയിടങ്ങളിൽ ഒരു തരി പോലും മാലിന്യങ്ങളില്ലാതെ സംസ്കരിക്കുകയാണ് അമലഭാരതം പ്രവർത്തകർ. ഭാരതം മാലിന്യമുക്തമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് 2010-ൽ അമലഭാരതം പ്രവർത്തനം ആരംഭിച്ചത്. ഭാരതം മാലിന്യമുക്തമാകണം എന്ന അമ്മയുടെ സങ്കല്പം അനുസരിച്ച് നമ്മൾ ഭാരതം മുഴുവൻ ക്ലീനപ്പ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോഗ്രാം നടക്കുന്ന സ്ഥലമല്ല, അതിന് ചുറ്റുപാടുള്ള കടകളും റോഡും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓരോ ഭാരതീയൻ്റെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ മാതൃരാജ്യം ഏറ്റവും
ശുദ്ധമായിട്ട് ഏറ്റവും പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ടത്. വിദേശികളായ അമ്മയുടെ ഭക്തർ ഉൾപ്പെടെ നിരവധി പേരാണ് അമലഭാരതത്തിന്റെ ഭാഗമായുള്ളത്. So many people come here, so there's a lot of waste, not only the food waste but also non-organic waste. So that's our main job. And then we have another group of volunteers, the local team, and they're supporting us, and here in Kozhikode they're doing a really good job. So it's a great honor actually to participate to this campaign, just to be with Amma. It is her campaign, so it is our campaign, it is our nature, one planet. ശബരിമലയിൽ ഉൾപ്പെടെ അമലഭാരതം അംഗങ്ങളെത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യാറുണ്ട്. ശബരിമലയിൽ നമ്മൾ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നും ആളുകൾ വന്ന് ഒരുപാട് പ്രാവശ്യം ക്ലീൻ ചെയ്തതാണ്. ഇവിടെയുള്ള വേസ്റ്റുകൾ കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ട് ഒന്നായിട്ട് ഇട്ടിട്ട് നമ്മൾ സോർട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് വേറെ, ഇരുമ്പ് വേറെ, പേപ്പർ വേസ്റ്റ് വേറെ, അങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് തരം തിരിച്ചിട്ട് നമ്മളത് ഡിസ്പോസ് ചെയ്യാണ്. പ്ലാസ്റ്റിക്, പേപ്പർ, ഇരുമ്പ് എന്നിവ തരം മാറ്റിയാണ് സംസ്കരിക്കുക. ഭക്ഷണാവശിഷ്ടങ്ങൾ പന്നി ഫാമുകളിലേക്കും നൽകും. വളമാക്കാൻ പറ്റിയ വളത്തിലേക്ക് മാറ്റുക, അല്ലാതൊക്കെ പന്നിക്ക് ഭക്ഷിക്കാൻ പറ്റുക പന്നി ഫാമിലേക്ക് കൊടുക്കുക, മറ്റൊക്കെ ആക്രിക്കടയിൽ കൊടുക്കാൻ പറ്റുക ആക്രിക്കടയിൽ കൊടുക്കുക, അത് പണമാക്കി മാറ്റുക. ഈ രീതിയിൽ വളരെ എന്താ പറയുക, വേസ്റ്റാണ് കയ്യിലാകാൻ മടിക്കുന്ന സാധനമാണെങ്കിൽ ഞങ്ങൾ വളണ്ടിയേഴ്സ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പണം ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അമലഭാരതം പദ്ധതിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമാണ് ഓരോ ഭക്തർക്കും ഉള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊച്ചി മരട് നഗരസഭാ പരിധിയിലെ 41 അങ്കണവാടികളിലെ 650 കുട്ടികൾക്ക് ഫോറം കൊച്ചിയുടെ നേതൃത്വത്തിൽ സ്കൂൾ ബാഗും കുടയും ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ നൽകി. ഫോറം കൊച്ചിയുടെ മൈ സ്കൂൾ ബാഗ് പദ്ധതി വഴിയാണ് പഠനോപകരണങ്ങൾ നൽകിയത്. ചെയർപേഴ്സൺ അജിത നന്ദകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫോറം കൊച്ചി AGM സജീഷ് ചന്ദ്രൻ ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജിൻസൺ പീറ്റർ അധ്യക്ഷനായി. ICDS സൂപ്പർവൈസർ ഫെമിത VK, ഫോറം കൊച്ചി മാർക്കറ്റിംഗ് സീനിയർ മാനേജർ ജിതിൻ രത്നാകരൻ എന്നിവർ സംസാരിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ അച്ചാമാസ് ദമ്പതികളിൽ രത്നമ്മ അന്തരിച്ചു. കൊല്ലം പുനലൂർ കലയനാട് സ്വദേശിയാണ്. പ്രായത്തെ വെല്ലുന്ന റീൽസുകളിലൂടെയും തുളസീധരനും രത്നമ്മയും ശ്രദ്ധ നേടിയിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹന്റെ വീട് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. വന്യജീവി അക്രമം ചെറുക്കുന്നതിനു വേണ്ടി ത്രിതല സംവിധാനത്തിലുള്ള സുരക്ഷ ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം അതിരപ്പള്ളിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനെത്തിയ വനം മന്ത്രിക്ക് നേരെയും കാട്ടാന പാഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം വാഴച്ചാൽ ഗസ്റ്റ് ഹൌസിന് സമീപത്ത് വെച്ചാണ് മന്ത്രി ഷിബു ബേബി ജോണിനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട്ടിലാണ് വനവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശനം നടത്തിയത്. വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും സ്വസ്ഥമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കി നൽകണമെന്നും മന്ത്രിയോട് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്ന് പുലർച്ചെയും കാട്ടാന മോഹനന്റെ വീടിന്റെ പരിസരത്തെത്തിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിയോട് ജനങ്ങൾ വിശദീകരിച്ചു. തുടർന്ന് നടത്തിയ ത്രിതല പഞ്ചായത്ത് യോഗത്തിൽ മന്ത്രി പങ്കെടുത്തു. നാളെ മുതൽ ആനകളെ തുരത്തുന്ന ഡ്രൈവ് തുടങ്ങുമെന്ന യോഗത്തിന് ശേഷം വനം മന്ത്രി പറഞ്ഞു. രാത്രികാലങ്ങളിൽ ഡ്രൈവ് നടക്കുക. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വേണ്ട ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കും ആനകളെ തുരത്തുകയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ മേഖലയിലുള്ള ഇതിനകത്ത് വരുന്ന സ്ഥിരമായി വന്ന് ഇവിടെ നിൽക്കുന്ന ആനകളെ ഉൾക്കാടുകളിലേക്ക് അയക്കാനുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് നാളെ രാവിലെ മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് അതിനുള്ള ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ ആനകളെ ഓടിക്കുന്ന മൃഗങ്ങളെ ഓടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സോളാർ വേലികളും അല്ലെങ്കിൽ ഹാങ്ങിങ് ഫെൻസ്, വിവിധ പ്രോജക്റ്റുകൾ ഇതിന് സമാന്തരമായി തന്നെ അതുകൂടെ ഫോർട്ടിഫൈ ചെയ്യുന്ന, സ്ട്രെങ്തൻ ചെയ്തു പോകുന്ന ഒരു തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതേസമയം അതിരപ്പള്ളിയിലെത്തിയ വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ വാഹനവും കാട്ടാനയ്ക്ക് മുൻപിൽ അകപ്പെട്ടു. ഇന്നലെ രാത്രി വാഴച്ചാൽ ഗസ്റ്റ് ഹൌസിൽ പോകും വഴി ചാർപ്പ ഭാഗത്ത് വെച്ചാണ് മന്ത്രിയുടെ വാഹനത്തിനു നേരെ കാട്ടാന എത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ റോഡിൽ നിന്ന് തുരത്തിയ ശേഷമാണ് മന്ത്രിക്ക് കടന്നു പോകാനായത്. അമൃത ന്യൂസ്, തൃശൂർ. പന്നിയിടിച്ച് ബസ് കണ്ടക്ടർക്ക് പരിക്ക്. പാലക്കാട് കിഴക്കഞ്ചേരി കോരഞ്ചിറ രത്നേഷ് കുമാറിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 9:30യോടെയാണ് അപകടമുണ്ടായത്. കൊല്ലങ്കോട് സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ രത്നേഷ് ജോലി കഴിഞ്ഞ് തിരികെ ബൈക്കിൽ വീട്ടിലേക്ക് വരുന്ന വഴി വേങ്ങശ്ശേരിക്ക് സമീപമാണ് അപകടമുണ്ടായത്. രത്നേഷിന്റെ ഇടതുകാലിലാണ് പന്നിയുടെ കുത്തേറ്റത്. പിന്നീട് നാട്ടുകാർ ചേർന്ന് ഇയാളെ ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഡൽഹിയിലെ വികാസ് മാർഗിലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ തീപിടുത്തം. കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായതെന്നും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആളപായമോ മറ്റ് അപകടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോട്ടയം പോർട്ടിന്റെ നിയന്ത്രണം വ്യവസായ വകുപ്പിന് കീഴിൽ നിന്നും തുറമുഖ വകുപ്പിന് കീഴിലേക്ക് മാറി. ഇതോടെ പോർട്ടിന്റെ വികസനത്തിന് പുതിയ സാധ്യതകൾ തെളിഞ്ഞിരിക്കുകയാണ്. നിലവിൽ കോട്ടയം പോർട്ടിൽ നിന്നും ജലമാർഗമുള്ള ചരക്ക് നീക്കം നടക്കുന്നില്ലെങ്കിലും വരും നാളുകളിൽ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പോർട്ടുകളിലേക്ക് ജലമാർഗമുള്ള ചരക്ക് നീക്കത്തിനാണ് സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടന്ന ഉൾനാടൻ തുറമുഖമാണ് കോട്ടയം. കഴിഞ്ഞ വർഷം 2253 കണ്ടെയ്നറുകൾ കോട്ടയം വഴി നീക്കം നടന്നു. ആകെ 38,475 ടൺ ചരക്ക് നീക്കം കോട്ടയം പോർട്ട് വഴി സാധ്യമായി. ഏറ്റവും കൂടുതൽ കയറ്റുമതി നടന്ന ഇൻലാൻഡ് പോർട്ടിനുള്ള കഴിഞ്ഞ വർഷത്തെ അവാർഡും കോട്ടയം സ്വന്തമാക്കി. അതേസമയം കോട്ടയം പോർട്ടിൻ്റെ നിയന്ത്രണം വ്യവസായ വകുപ്പിന് കീഴിൽ നിന്നും തുറമുഖ വകുപ്പിന് കീഴിലേക്ക് മാറിയതോടെ വലിയ വികസന സ്വപ്നങ്ങളാണ് കോട്ടയത്ത് ചിറകുവിരിക്കുന്നത്. രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളും മാരിടൈം ബോർഡിൻ്റെ നിയന്ത്രണത്തിലേക്ക് മാറണമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവിനെ തുടർന്നാണ് മാറ്റം നടപ്പായത്. ഇതോടെ വരും നാളുകളിൽ കൂടുതൽ ചരക്ക് നീക്കം സാധ്യമാകും. വിഴിഞ്ഞത്തിൻ്റെ വികസനം നടപ്പാകുന്നതോടെ കോട്ടയം പോർട്ടിനും കൂടുതൽ സാധ്യതകൾ കൈവരുമെന്നാണ് പ്രതീക്ഷ. കോട്ടയം പോർട്ട് ഇപ്പോൾ നിലവിൽ പൂർണ്ണതോതിൽ പ്രവർത്തനം, കസ്റ്റംസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടക്കുന്നതിനാൽ നമുക്ക് ചാൻസസ് കൂടുതലാണ്. മറ്റുള്ള തുറമുഖങ്ങളെക്കാൾ, മൈനർ തുറമുഖങ്ങളെക്കാളും കോട്ടയം പോർട്ടിന് ചാൻസസ് കൂടുതലാണ്. ഇനിയും പൂർണ്ണതോതിലുള്ള സഹകരണം നമുക്ക് സാഗർമാല പോലുള്ള പദ്ധതികളിൽ നമ്മളെ ഉൾപ്പെടുത്താനാകുമെന്നുള്ളതും നമ്മുടെ കോട്ടയം പോർട്ടിന് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു മേഖല തന്നെയാണ്. ഇപ്പോൾ വിഴിഞ്ഞം വരുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ ഏക കസ്റ്റംസ് സ്റ്റേഷനാണ് കോട്ടയം പോർട്ട്. ഇവിടുത്തെ കസ്റ്റംസ് നടപടികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വിഴിഞ്ഞത്തും സ്റ്റാക്കിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. അവർക്ക് അത്രയും ബേർഡൻ കുറയുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. തൃക്കുന്നപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേ വഴി വിഴിഞ്ഞത്തേക്കുള്ള ജലപാതയുടെ വികസനം നടപ്പായാൽ കോട്ടയം പോർട്ടിന് വലിയ സാധ്യതകളാണ് തുറന്നു കിട്ടുക. പോർട്ടിൽ റീച്ച് സ്റ്റാക്കർ, കണ്ടെയ്നറുകൾക്കായുള്ള യാർഡ് തുടങ്ങിയവ ക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ്. കണ്ടെയ്നറുകൾ ജലമാർഗം നീക്കുന്നതിന് വലിയ ബാർജും ക്രമീകരിക്കും. ജലമാർഗമുള്ള ചരക്ക് നീക്കം ആരംഭിക്കുന്നതോടെ ചുരുങ്ങിയ ചെലവിൽ റോഡ് ഗതാഗതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കണ്ടെയ്നറുകൾ വിവിധ പോർട്ടുകളിലേക്ക് എത്തിച്ചേരും. നിലവിൽ സുഗന്ധവ്യഞ്ജനങ്ങളും റബ്ബർ, കയർ ഉൽപ്പന്നങ്ങളുമാണ് പോർട്ടിൽ നിന്നും കയറ്റി അയക്കുന്നത്. ടൈലുകൾ, സാനിറ്ററി ഉൽപ്പന്നങ്ങൾ, ഗോതമ്പ് തുടങ്ങിയവ ഇറക്കുമതിയും ചെയ്യുന്നുണ്ട്. പോർട്ടിൻ്റെ വികസനം സാധ്യമാകുന്നതോടെ കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റിറക്കം കോട്ടയം വഴി നടപ്പാകും. അതോടൊപ്പം തന്നെ കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഒരുങ്ങുകയും വലിയ തോതിൽ ആഭ്യന്തര വരുമാനം വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, കോട്ടയം. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലാണ് സർക്കാർ ഇടപെടുന്നതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. സിനിമാ വ്യവസായത്തെക്കാൾ താരസംഘടനയിലാണ് കൂടുതൽ പ്രശ്നങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെന്നും ആവശ്യമായ ഘട്ടത്തിൽ ഇടപെടുമെന്നും മന്ത്രി PC വിഷ്ണുനാഥ് വ്യക്തമാക്കുന്നു. നിലവിലുള്ള സിനിമാ നയം തന്നെ പര്യാപ്തമാണോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെൻറ് സാധാരണ സിനിമയിൽ ഇടപെടുന്നത് സിനിമ ഒരു വ്യവസായം എന്ന നിലയിൽ അല്ലെങ്കിൽ ആ മേഖലയ്ക്ക് സർക്കാർ നൽകേണ്ട പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്, ന്യായമായ നിരന്തരമായി ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ചലച്ചിത്രങ്ങൾക്ക് അവരുടെ നിർമ്മാണത്തിന്, അവയുടെ മാർക്കറ്റിങ്ങിന് ഒക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചില സഹായങ്ങൾ വേണം, കൊടുക്കാൻ നമ്മൾ തയ്യാറുമാണ്. തനിക്കെതിരായ അൻസിബ ഹസന്റെ ആരോപണങ്ങൾ തെറ്റെന്ന് നടി ലക്ഷ്മിപ്രിയ. സ്റ്റേഷനിൽ 3 മണിക്കൂർ പിടിച്ചിരുത്തിയെന്ന അൻസിബയുടെ പ്രസ്താവന ശരിയല്ല. 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് അൻസിബ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ സംഘടന ഇടപെടേണ്ട ആവശ്യമില്ലെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. തൃക്കാക്കര ACPക്ക് മുൻപിൽ മൊഴി നൽകാൻ എത്തിയപ്പോഴായിരുന്നു ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം. പോകുന്നതിന് മുമ്പ് അവിടെ CCTV വിഷ്വൽസ് അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ്. ഇതൊരു പ്ലാൻഡ് മൂവ്മെൻ്റ് ആണല്ലോ, അപ്പം അങ്ങനെ കേസ് കൊടുത്തത്. അപ്പം നമ്മളുടെ അടുത്ത് വ്യക്തമായിട്ട് അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും എല്ലാമുള്ള ഡിജിറ്റൽ, അവിടെ എന്ത് നടന്നു എന്നുള്ളതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ ഫുള്ള് ഇന്ന് കൈകൊണ്ടു. PM ശ്രീ പദ്ധതിയിൽ UDF രാഷ്ട്രീയ നിലപാട് വ്യക്തമെന്ന മന്ത്രി N ഷംസുദ്ദീൻ. കഴിഞ്ഞ സർക്കാർ MOU ഒപ്പിട്ടു, ഫണ്ടും വാങ്ങി. വിവാദമായപ്പോൾ നിർത്തിവെക്കുന്നതായി കേന്ദ്രത്തിന് കത്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഏകപക്ഷീയമായി പദ്ധതിയിൽ നിന്നും പിന്മാറാൻ കഴിയില്ലെന്നും റിപ്പോർട്ട് പഠിച്ച് UDFൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു.
PM ശ്രീയോടുള്ള UDFന്റെ രാഷ്ട്രീയ നിലപാട് സുവ്യക്തമാണ്. ഇവിടെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് MOU ഒപ്പിട്ടു. അപ്പോൾ അത് ഇനി എങ്ങനെ അതിൻ്റെ ഭാവി കാര്യങ്ങൾ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. കഴിഞ്ഞ ഗവൺമെൻറ് MOU ഒപ്പിട്ടു, ഫണ്ടും വാങ്ങി. അതിൻ്റെ പേരിൽ മുടങ്ങിക്കിടന്നിരുന്ന ഫണ്ട് വന്നു. തിരുവനന്തപുരത്ത് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. തിരുവനന്തപുരം മട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന SSKയുടെ ഓഫീസിന്റെ മേൽക്കൂരയാണ് തകർന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും രജിത് കുമാർ ഉണ്ട്. രജിത്ത്, എപ്പോഴാണ് സംഭവം? എന്താണ് ഉണ്ടായത്? ആർക്കെങ്കിലും പരിക്കുണ്ടോ? മറ്റു വിവരങ്ങൾ? ശരി, അല്പം മുമ്പാണ് സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന് താഴേക്ക് വീണത്. ആർക്കും പരിക്കില്ല എന്നാണ്. ആളപായമോ പരിക്കോ ഒന്നും തന്നെയില്ല. ഓഫീസ് പൂട്ടിയതിനു ശേഷമായിരുന്നു അപകടമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും മേൽക്കൂര തകർന്ന് താഴേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇനി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എന്തുതന്നെയായാലും കെട്ടിടത്തിന്റെ ഒരു ഭാഗം മേൽക്കൂര അത് പൂർണ്ണമായും താഴേക്ക് പതിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അവിടെ ആളപായമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് പരിശോധനകൾ അത് ഇനി പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ എന്താണ് ഇതിന് കാരണം, കെട്ടിടം ശരി, വിവരങ്ങളാണ് രജിത്ത് നൽകിയത്. തിരുവനന്തപുരത്ത് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. തിരുവനന്തപുരം മട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന SSKയുടെ ഓഫീസിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ആർക്കും പരിക്കില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു ആശ്വാസകരമാണ്. എന്തായാലും വിവരങ്ങളാണ് രജിത്ത് തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തിരുച്ചിറപ്പള്ളിയിൽ വോട്ടേഴ്സിന് നന്ദി അറിയിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്. തിരുച്ചി ഈസ്റ്റ് തനിക്ക് ഹൃദയത്തിന്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. താൻ മുഖ്യമന്ത്രിയല്ല, ജനസേവകനാണ്. എൻ നെഞ്ചിൽ കുടിയിരിക്കും തമിഴക മക്കൾ എന്നാണ് വിജയ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. എതിരാളികളുടെ വിമർശനങ്ങൾക്ക് വിജയ് അക്കമിട്ട് മറുപടി പറഞ്ഞു. വിജയ് തമിഴ്നാട്ടിൽ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ്. നാളെയും അങ്ങനെ തന്നെയാകും. തന്നെയും ജനത്തെയും അകറ്റാൻ കഴിയില്ലെന്നും വിജയ് പ്രസംഗമധ്യേ പറഞ്ഞു. വിമർശനം ഒരിക്കലും നിർത്തരുത്, അതാണ് തനിക്കുള്ള ഊർജ്ജമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.